അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയേറെ പവിത്രമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെയും വൈവിധ്യങ്ങളായ നോമ്പുകാലത്തെ ഭക്ഷണങ്ങളുടെയും റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെയും ഇഫ്താർ പാർട്ടികളുടെയും ഒക്കെ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ നോമ്പ് നമ്മുടെ കയ്യിൽ നിന്നും വീണുടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് നോമ്പുകാലത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു മഹാസൗഭാഗ്യമെന്നോണം ലഭിച്ച ഈ സമയം കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടാനുള്ള സന്ദർഭമായി വിനിയോഗിക്കാൻ ഈ മാസത്തിലെ ഓരോ മിനിറ്റും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മതവും സൽക്കർമ്മങ്ങളും എന്ന ഒരു തലവാചകത്തിലാണ് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഭക്തി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ചേർന്നു നിൽക്കുന്നത് മതത്തോടാണ്. മതവിശ്വാസികളിലാണ് ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചയും ഭക്തി ഉണ്ടാകാനുള്ള വഴിയും അതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കാറുള്ളത്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് സൂചിപ്പിക്കാറുണ്ട്, ഭക്തി എന്നതിനെ മലയാള സാഹിത്യത്തിൽ ഭക്തി കൂടിച്ചേരുമ്പോഴുള്ള പദങ്ങളുടെയും ആശയങ്ങളുടെയും മാറ്റത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഭക്തി യാത്രയിലാണ് കൂടിച്ചേരുന്നത് എങ്കിൽ നമ്മൾ കാബയിലേക്ക് ഉംറ ചെയ്യാൻ പോകുന്നത്, ഹജ്ജിന് പോകുന്നത് ഒരു ടൂറാണ്, ഒരു വിനോദയാത്രയാണ് എന്ന് പറയാറില്ല. ശബരിമലയിലേക്ക് നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരന്മാർ അവരുടെ വിശ്വാസപ്രകാരം പോകുന്നതിനെ ഒരു വിനോദയാത്ര എന്ന് നമ്മൾ പറയാറില്ല. ഭക്തി യാത്രയിലാണെങ്കിൽ ആ യാത്ര തീർത്ഥാടന യാത്രയായി മാറും. ഭക്തി ഭവനത്തിലാണ് ഉൾച്ചേരുന്നത് എങ്കിൽ ആ ഭവനത്തിന് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് പിന്നീട് പറയുന്ന പേര് ദേവാലയമെന്നും ക്ഷേത്രമെന്നും മസ്ജിദുകൾ എന്നുമൊക്കെയാണ്. ഭക്തി ഭക്ഷണത്തിലാണ് ഉൾച്ചേരുന്നത് എങ്കിൽ ആ ഭക്ഷണത്തിന് പിന്നീട് പറയുന്ന പേര് പ്രസാദം എന്നാണ്. ഭക്തി നമ്മുടെ ഉപവാസത്തിലാണ്, നമ്മുടെ വിശപ്പിലാണ് ഭക്തി ഉൾച്ചേരുന്നത് എങ്കിൽ അതിനെ പ്രയോഗിക്കുന്ന മറ്റൊരു പദം ഉപവാസം എന്നാണ്. ഭക്തി സംഗീതത്തിലാണെങ്കിൽ ആ സംഗീതത്തിന് പിന്നീട് പറയുക സങ്കീർത്തനം എന്നാണ്. ഭക്തി ജോലിയിലാണെങ്കിൽ ആ ജോലിക്ക് കർമ്മം എന്ന് പറയും. ഇനി കർമ്മത്തിൻ്റെ ഒരടി കൂടി കടന്ന് അതിന് ശുശ്രൂഷ എന്ന് പറയുന്ന മറ്റൊരു പ്രയോഗത്തെക്കുറിച്ചും പറയാറുണ്ട്. അവസാനം പറയുക ഭക്തി മനുഷ്യനിലാണെങ്കിൽ മനുഷ്യൻ ഏറ്റവും മനുഷ്യത്വമുള്ളവനായി മാറും എന്നതാണ്. നമ്മുടെ മതം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്ന്, നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഏറ്റവും നല്ല മനുഷ്യത്വമുള്ളവനായി നമ്മൾ മാറുന്നതാണ്. നല്ല കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യത്വത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അതിന് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പദം സൽക്കർമ്മങ്ങൾ എന്ന് ഉപയോഗിക്കാമെന്ന് മാത്രം. ഈ ഭൗതിക ശാസ്ത്രത്തിൽ അടിസ്ഥാന അളവുകളെ 3 എണ്ണമായിട്ടാണ് പറയാറുള്ളത്. സമയം, ദൂരം, ദ്രവ്യം, മാനം എന്നാണ്. സമയം നമ്മൾ അളക്കുക സെക്കൻഡിലാണ്, ദൂരം അളക്കുക കിലോമീറ്ററിലാണ്, ഒരു വസ്തുവിൻ്റെ ഭാരം നമ്മൾ അളക്കുക കിലോഗ്രാമിലാണ്.
ഈ 3 അടിസ്ഥാന അളവുകളിൽ സമയം വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അളന്ന ദൂരം നാളെ അളന്നാലും അതേ ദൂരമാണ്. ഇന്ന് നമ്മൾ അളക്കുന്ന ഭാരം നാളെ അളന്നാലും അതേ ഭാരമാണ്. എന്നാൽ ഇന്ന് നമ്മൾ അളക്കുന്ന സമയം നാളെ നമുക്ക് അളക്കാൻ കിട്ടില്ല. ഇനി നമ്മൾ അളന്നാലും ഇന്നത്തെ ഈ ഒരു സമയത്തിനകത്തു ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ നാളത്തെ ഈ സമയത്ത് പുതിയ സൗകര്യങ്ങൾ കൊണ്ട് സാധിക്കും. പലപ്പോഴും ആളുകൾ കാലം മോശമാണ്, ഈ കാലം വല്ലാത്തൊരു കാലമായി പോയി എന്നൊക്കെ പറയും. ചിലപ്പോഴൊക്കെ നമ്മളും പറയും. ശരിക്ക് കാലമല്ല മോശമാകുന്നത്. ദാർശനികമായി പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരൊക്കെ പറയും അതതു കാലഘട്ടത്തിലെ മനുഷ്യരാണ് മോശമാകുന്നത്. വിശുദ്ധ ഖുർആനിലെ നമുക്ക് സുപരിചിതമായൊരു വചനമുണ്ട്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് ഒഴിവാകപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം സതുപദേശം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത, വിശ്വാസത്തെ പൂർണ്ണമായി ക്രമീകരിക്കാത്ത ആളുകളാണ് ഇത് വല്ലാത്ത കാലമായി പോയി എന്നും ഈ കാലം മോശമാണ് എന്നും ഒക്കെ കടന്നുപോകുന്ന സമയത്തെക്കുറിച്ച് ആവലാതിയും ആശങ്കയും പങ്കുവെക്കുക. എന്നാൽ സമയബോധമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിക്കുക മാത്രമല്ല, അവരവരുടെ വിശ്വാസത്തോടൊപ്പം സൽപ്രവർത്തനങ്ങൾ കൂടി ചെയ്യും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിൽ നിന്ന് തൻ്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ പള്ളിയിൽ നിന്ന് തസ്ബീഹൊക്കെ ചൊല്ലിയിരിക്കുന്ന ചെറുപ്പക്കാരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കാട്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം, ലം തുംതിറു സമാഅ ദഹബൻ വലാ ഫില്ല, ആകാശം നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഒന്നും വർഷിപ്പിച്ചു തരികയില്ല എന്നാണ്. നമുക്ക് വേണ്ട വിഭവങ്ങൾ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ കഴിവുകളും വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അറിവും ഉണ്ടാകാം. അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ വഴി ഏതാണോ അത് കണ്ട് തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ നമ്മൾ നമ്മുടെ വിഭവങ്ങൾ കണ്ടെത്തണം. ഞാനിത് പറഞ്ഞു വെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നെറ്റിത്തടത്തിൽ വിയർപ്പുമായിട്ടാണ് വിശ്വാസികൾ മരിക്കുക എന്ന്. ഞാൻ പലപ്പോഴും ഇത് കേൾക്കാറുള്ളത് നമ്മളൊരു മതസംഘടനയുടെ യോഗത്തിൽ, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നമ്മൾ പറയുകയാണ്, ഈ പള്ളിയുടെ ഇഫ്താറിന്റെ നോട്ടീസ് ഒട്ടിക്കുന്നതിനിടയിൽ മരിച്ചു പോകുന്നതിനെ കുറിച്ചാകാം ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മതസംഘടന പ്രഖ്യാപിക്കുന്ന ഒരു ക്യാമ്പയിനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാകാം അങ്ങനെ മരിച്ചു പോകുന്നതിനെ കുറിച്ചാകാം ഇത് പറയുന്നത്. ശരിക്കും നമ്മൾ കൊയിലാണ്ടി അങ്ങാടിയിലെ എൻ്റെ പലചരക്ക് കടയിൽ നിന്ന് 1 കിലോ പഞ്ചസാര ഒരാൾക്ക് കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ ഞാൻ കുഴഞ്ഞു വീണു മരിച്ചു പോയാലും എൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പും എൻ്റെ ഉള്ളിൽ വിശ്വാസവും ഉണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മത്തിൻ്റെ വഴിയെ നിലകൊള്ളുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം നമസ്കാരവും സക്കാത്തും നോമ്പും മാത്രമല്ല, ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിലെ തന്നെ സവിശേഷമായ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ നോക്കുന്ന നോമ്പിന് ഇളവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നോമ്പിൻ്റെ പകലിൽ എൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി, വലിയ തെറ്റാണ്, അതിന് പ്രതിവിധി ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം നോമ്പെടുക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല പ്രവാചകരെ. അപ്പം അടിമയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനും എനിക്ക് ശേഷിയില്ല പ്രവാചകരെ. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട് നിലകൊള്ളുന്ന ഇടത്തെ പാവപ്പെട്ട ആളുകൾക്ക് വിഭവങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, അതിനുമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. നബി ആ മനുഷ്യനോട് അല്പം മാറി നിൽക്കാൻ പറഞ്ഞു. തൻ്റെ പക്കൽ വന്ന ബൈത്തുൽ മാലിലെ ഈത്തപ്പഴങ്ങൾ എടുത്ത് അവസാനം ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട്, നീ ഇത് കൊണ്ടുപോയി നിന്റെ വീട് നിലകൊള്ളുന്ന ഇടത്തെ പാവപ്പെട്ടവരായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ വീട് നിലകൊള്ളുന്ന ഇടത്ത് എന്നേക്കാൾ പാവപ്പെട്ടവരായി മറ്റാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അണപ്പല്ല് കാണെ ചിരിച്ചുപോയി എന്നാണ്. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ ഈത്തപ്പഴം നീ കൊണ്ടുപോയി നീയും നിന്റെ കുടുംബവും ഭക്ഷിച്ചുകൊള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ നമസ്കാരം, നമ്മളുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, ഇവയിലൊക്കെയും ഇളവുകളുണ്ട്. എന്നാൽ സൽസ്വഭാവം നിലനിർത്തേണ്ട വഴിയിൽ ഇളവുകളില്ല. ഒരാളോട് കളവ് പറയാൻ, 500 രൂപയുടെ പഞ്ചസാര തൂക്കിക്കൊടുക്കുമ്പോൾ ഒരു 50 ഗ്രാം മോഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു യാത്രയുടെ തിരക്കിനിടയിൽ ഒരു 500 രൂപ വലിച്ചെടുക്കാൻ, ഒരാളെക്കുറിച്ചൊരു മോശമായ പദപ്രയോഗം നടത്താൻ ഒരു പ്രത്യേക കാലയളവോ ഇളവുകളോ ഇല്ല.
സൽക്കർമ്മങ്ങൾ വിശ്വാസികൾ ചെയ്യണമെന്ന് പറയുന്നത് സാമൂഹിക ബന്ധം സുരക്ഷിതത്വത്തോടുകൂടിയും പരസ്പര വിശ്വാസത്തോടുകൂടിയും നിലനിൽക്കാനുള്ള ഉപാധി എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ സൽസ്വഭാവികളായി വിശ്വാസമുള്ള ആളുകളുമായി മാറുക എന്നതാണ്. സൽസ്വഭാവമുള്ള ആളുകളായി നമ്മൾ മാറിയാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും സൽക്കർമ്മങ്ങളായി മാറും. ഭക്തി ഉൾച്ചേരുമ്പോൾ ആ പ്രവൃത്തിയെ കർമ്മം എന്ന തലത്തിലേക്ക് അത് ഉയർന്ന് പരിവർത്തിപ്പിക്കപ്പെടുമെന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം അത്യധ്വാനം ചെയ്യുന്ന ആളുകളുടെ നോമ്പിന്റെ വിധി എന്താണെന്ന് നമ്മുടെ ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോറ്റു വീട്ടുകയല്ലാതെ നിർവാഹമില്ല. അപ്പൊ ഞാൻ പിന്നെയും കടന്ന് ചോദിച്ചു, നോറ്റു വീട്ടാൻ ഒരു കൊല്ലത്തിൽ ജോലി ചെയ്യാത്തൊരു സമയം അയാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അയാൾ എന്തു ചെയ്യും? അത് ആ പണ്ഡിതൻ സൂക്ഷ്മതയോടുകൂടി എന്നാൽ മനോഹരമായി പറയുന്ന മറുപടി, അയാൾ നോറ്റു വീട്ടുകയല്ലാതെ നിർവാഹമില്ല. പിന്നെ അത് അയാളും അള്ളാഹുവുമായിട്ടുള്ള ഒരു ഇടപാടാണല്ലോ, അള്ളാഹു കാരുണ്യവാനാണല്ലോ എന്ന് പറഞ്ഞ് മറുപടി അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചെയ്യാനുള്ള ആരാധനകളിൽ നമുക്ക് അനിവാര്യമാകുന്ന സന്ദർഭങ്ങളിൽ ഇളവുകൾ അനുവദിച്ചപ്പോൾ മനുഷ്യൻ സൽസ്വഭാവം നിലനിർത്തേണ്ടുന്ന സൽക്കർമ്മങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടുന്ന സന്ദർഭങ്ങളെ അതിൽ യാതൊരു തരത്തിലും ഇളവുകൾ നൽകിയില്ല എന്നത്, മൂല്യവിചാരങ്ങളിൽ ഒരു കോംപ്രമൈസിനും വിശ്വാസികൾ തയ്യാറാകരുത് എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളായി മാറുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു പടവ് എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ മാത്രമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്ന ആ പ്രവർത്തനത്തിന്റെ അനന്തരഫലം. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഇന്ന് പള്ളിയിൽ നിന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പേ പിടിച്ച ഒരു നായയെ നമ്മൾ റോഡിനരികിൽ കാണുന്നു. അങ്ങനെ ഒരു നായയുണ്ട്, എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു സന്ദേശം നമ്മൾ നമ്മുടെ പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നു. ആളുകൾ അതിൽ ജാഗ്രത പാലിച്ച് സൂക്ഷിച്ചു പോകണമെന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. ഒരു ഉമ്മ ഉള്ളിൽ തട്ടി പറയുകയാണ്, ആ മെസ്സേജ് അയച്ച ആ ആൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ നായയുടെ അക്രമത്തിന് ഇരയാകേണ്ടി വന്ന ഒരാൾ രക്ഷപ്പെടുന്നു, അയാൾ അതിൽ സമാധാനം പൂണ്ട് വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. നമ്മളൊരു മെസ്സേജ് മാത്രമാണ് നൽകുന്നതെങ്കിലും ആ മെസ്സേജ് നൽകി എന്നതും ആ മെസ്സേജിൻ്റെ പുറത്തു അനേകം ആളുകൾ രക്ഷപ്പെടുന്നു എന്നതും ഒരു നല്ല കാര്യമാണ്. അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്തു കാര്യത്തെക്കുറിച്ച്, മുസ്ലിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, മുസ്ലിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ, മുസ്ലിങ്ങൾ ഏതു മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ അവസാന വാക്കായി പറയുക, ഖുർആൻ പഠിച്ച ഒരു രാഷ്ട്രീയക്കാരൻ ഖുർആൻ പഠിക്കാത്ത രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനാകണമെന്നാണ്. ഖുർആൻ പഠിച്ച ഒരു കച്ചവടക്കാരൻ ഖുർആൻ പഠിക്കാത്ത ഒരു കച്ചവടക്കാരനിൽ നിന്നും വ്യത്യസ്തമാകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഉള്ളിലുള്ള ആളുകൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അതിലേതു മനുഷ്യനും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന, അത് മുസ്ലിമാണ്, മുസൽമാനാണ്, അവൻ്റെ ഇടമാണ്, അവൻ്റെ മേഖലയാണ്, അവന് സ്വതസിദ്ധമായി തന്നെ ഒരു വിശ്വാസ്യത ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു വിചാരം രൂപപ്പെടുന്നുണ്ട്. അത് വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങളിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്ന ഒന്നാണ്. ജപ്പാനിൽ ജീവിച്ചിരുന്ന മിസുൽഷി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ചരിത്രം ഒരു 3-4 വർഷം മുമ്പ് നമ്മുടെ ഈ റമദാനിൽ ഓരോ ദിവസവും വരുന്ന റമദാൻ മഴ എന്ന് പറയുന്ന എഴുത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. അതിങ്ങനെയാണ്, ഇദ്ദേഹം ജപ്പാനിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു പാലി എന്ന് പറയുന്ന ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ജാപ്പനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ നാട്ടിലെ ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് അദ്ദേഹം പാലി ഭാഷ ആദ്യം പഠിക്കണം, അതിന് ജാപ്പനീസ് ഭാഷയിലെ പദങ്ങളുമായി ഇങ്ങനെ കുറേ അധ്വാനം അവർ ചെയ്യേണ്ടതുണ്ട്. ഈ അധ്വാനമൊക്കെ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ കുറേ പൈസ ആവശ്യമുണ്ട്. ഈ പണം ഇദ്ദേഹം തൻ്റെ സൗഹൃദത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള ആളുകളെ നിരന്തരമായി കണ്ട് നാണയത്തുട്ടുകൾ ശേഖരിച്ച് ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ജപ്പാനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പോലെ ഭൂകമ്പവും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവാണ്. അപ്പം അദ്ദേഹം ആ പൈസ പ്രകൃതി ദുരന്തത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പൈസ കൊടുക്കുന്നു.
ഒന്നും രണ്ടും തവണ ഇദ്ദേഹം ഈ മുന്നൊരുക്കം നടത്തി തയ്യാറെടുത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് അതിന് ഈ പണം കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ മൂന്നാമത്തെ തവണ അദ്ദേഹം ആ പുസ്തകം, ആ വേദഗ്രന്ഥത്തിന്റെ പരിഭാഷ ഇറക്കുമ്പോൾ ആ പരിഭാഷയുടെ ആമുഖത്തിൽ അദ്ദേഹം കുറിച്ചു വെക്കുന്നത്, നമ്മളുടെ കർമ്മങ്ങൾ എത്രത്തോളം ആരാധനകളെക്കാൾ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ ആരാധനകളെ പോലെ പ്രാധാന്യത്തോടെ കാണേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം എഴുതി വെക്കുന്നത്, ഇത് ഈ വേദഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ പതിപ്പാണ്. ഇത് ഈ വേദഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ പതിപ്പാണ്. ആദ്യത്തെ 2 പതിപ്പുകളും കരുണയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളായാണ് ഈ നാട്ടിലെ മനുഷ്യർക്ക് കിട്ടിയത് എന്നാണ്. വേദഗ്രന്ഥം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നല്ല കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുവാനുള്ള ഒരു പ്രചോദനമാണ്. എല്ലാ മേഖലകളിലും ഒരു റിലീജിയസ് മോട്ടിവേറ്റഡായി മതവിശ്വാസം പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ ആ കർമ്മങ്ങൾ മുഴുവൻ സൽക്കർമ്മങ്ങളാകും. ആ സൽക്കർമ്മങ്ങൾ അത് നമ്മൾ തസ്ബീഹ് ചൊല്ലലോ തഹ്ലീൽ ചൊല്ലലോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നിരന്തരമായി ഉച്ചരിക്കുക എന്നതോ അവനെ സ്തുതിക്കുക എന്നതോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മൾ ചേർത്തു വെക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിച്ചിട്ട് വളരെ ബേജാറായി ടെൻഷനായി തൻ്റെ പ്രിയപ്പെട്ട ഇണയുടെ അടുത്തേക്ക് വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നിങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമെന്നല്ല, നിങ്ങൾ ആളുകളുടെ പ്രയാസം ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. ഒരു സമൂഹത്തിൽ ആളുകൾക്ക് പ്രയോജനകരമാകുന്ന എല്ലാ കാര്യങ്ങളിലും, കാബയുടെ നിർമ്മാണത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരമായി കടന്നു വരുന്നത് നീതിമാനും വിശ്വസ്തനുമായ മുഹമ്മദ് പ്രവാചകനാകുന്നതിന് മുൻപേയുള്ള മുഹമ്മദ് എന്ന മനുഷ്യനാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകനായതിനു ശേഷവും സമാനമായ പ്രവർത്തനങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങാടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കരിഞ്ചന്തയെക്കുറിച്ചും പൊഴുത്തുവെപ്പിനെ കുറിച്ചും നിലപാട് പറയുന്നു. തന്നെ ആശ്രയിക്കുന്ന, സാമ്പത്തിക സഹായത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആളുകളെ സഹായിച്ച് അവരെ സ്വയം സംരംഭകത്വത്തിലേക്ക് അവരെ വളർത്തുന്നു. ഒരു സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും തൻ്റെ ആരാധനകൾക്കപ്പുറത്ത്, അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് നിരന്തരമായി ഇടപെട്ട് പുതിയ കച്ചവട സംസ്കാരവും രാഷ്ട്രീയ സംസ്കാരവും നീതിബോധത്തിൽ ഊതിയ നൈതിക ബോധം നിലനിർത്തുന്ന സാമൂഹിക വിചാരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിപ്പടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തൻ്റെ നാട്ടിൽ നടത്തിയ ആകെ തുകക്കാണ് തസ്കിയത്ത് എന്ന് പറയുക. നമ്മൾ തസ്കിയത്തിനെ ചുരുക്കി പറയുക തസ്കിയത്ത് സംഗമം, ഒരു മതസംഘടനയുടെ ക്ലാസ്സിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും സവിശേഷമായ പേരാണ്. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ മതപരവും മതേതരവുമായി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും തസ്കിയത്താണ്. മതപരം നമസ്കാരമാണ്. മതേതരം ആ നമസ്കരിക്കാൻ വരുമ്പോൾ അയൽവാസിയുടെ സങ്കടം, അവൻ്റെ കഷ്ടപ്പാട്, വിശന്നിരിക്കുന്നവൻ, പാവപ്പെട്ടവൻ, അഗതി, ഇവനെ കാണാതെയാണ് നമസ്കരിക്കാൻ വരുന്നത് എങ്കിൽ ആ നമസ്കാരം കൊണ്ട് പ്രാധാന്യമേതുമില്ല. അപ്പൊ നമ്മുടെ ആരാധനകൾ സാമൂഹികമായി എല്ലാ മനുഷ്യരോടും സൽസ്വഭാവത്തോടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആ അർത്ഥത്തിലാണ് മതവും സൽക്കർമ്മങ്ങളും എന്ന ആ ചിന്തയെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തനവും, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ വചനം, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, സമ്പത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക, ചെയ്യാം എന്ന് പറഞ്ഞ കരാറുകൾ പാലിച്ചുകൊണ്ടേയിരിക്കുക, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും യുദ്ധമുഖത്തും ക്ഷമിക്കുക, സഹനം കൈക്കൊള്ളുക, സത്യസന്ധതയുടെ നിലപാടുകൾ നിരന്തരമായി പറയുക. അങ്ങനെ പറയുക എന്നതാണ് നന്മ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നത് നമസ്കാരത്തെക്കുറിച്ചാണെന്നും അല്ലെങ്കിൽ മറ്റ് ആരാധനകളെക്കുറിച്ചാണെന്നും അത് മാത്രം ചെയ്യൽ നന്മയല്ല എന്നും ബോധ്യപ്പെടുത്തുന്നതാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ വചനം. അതുകൊണ്ട് മതവിശ്വാസം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സൽപ്രവർത്തനങ്ങളാണ്, സൽക്കർമ്മങ്ങളാണ്.
ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് സവിശേഷമായ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ വീഴ്ചകളും നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥത, സമാധാനം, സുരക്ഷിതത്വം, മതേതരത്വം, സഹവർത്തിത്വം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആലോചനകളെ അള്ളാഹു പിഴവിലാക്കട്ടെ. അവർക്കും നമ്മൾക്കും അള്ളാഹുവിൻ്റെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന, ഖുർആനും നോമ്പും നമുക്ക് ശുപാർശകരായി വരുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.